ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IFRS ആണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും അതേപോലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലും എല്ലാം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നുണ്ട്. അപ്പം ഓരോന്നും നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണോ ഫോളോ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസിനനുസരിച്ചിട്ടായിരിക്കും ഓരോ അക്കൗണ്ടിങ് മെത്തേഡ്സും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം IFRS എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഫോർമുലേറ്റഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അപ്പം അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസിൽ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം പല കമ്പനീസ് ഉണ്ടെങ്കിലും ഓരോ കമ്പനികളും സെപ്പറേറ്റ് രീതിയിലുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു കമ്പനികളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പാരിസണൊക്കെ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും അപ്പം അവർ തമ്മിലുള്ള ട്രാൻസാക്ഷനൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ പല രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ് ആണെങ്കിലും ആ ഒരു രീതിയിലൊക്കെ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് മൾട്ടിനാഷണൽ കമ്പനികളായിരിക്കും. ഒരു യൂണിഫോം ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും റൂൾസും അവിടെ അത്യാവശ്യമായിട്ട് വരും. അപ്പം ഒരു യൂണിഫോം ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ കമ്പനികളും അക്കൗണ്ട്സ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എല്ലാ രീതിയിലും എന്തായിരിക്കും അവർക്ക് കമ്പയറിങ്ങും എല്ലാം ഈസി ആയിട്ട് അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ട് റിലയബിൾ ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ത്രൂ ഔട്ട് ദി വേൾഡ് ടു മേക്ക് ദം ഇൻ റിലയബിൾ. അപ്പം ത്രൂ ഔട്ട് ദി വേൾഡിൽ അല്ലെങ്കിൽ ലോകം മൊത്തത്തിൽ ഒരു റിലയബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ വേറൊരു ടേമാണ് ASB, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് എന്ത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ICAI ഓൺ 21 ഏപ്രിൽ 1977. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് ഇങ്ങനെ ഒരു യൂണിഫോം ആയിട്ടുള്ള അക്കൗണ്ട്സ് എല്ലാ സ്ഥലങ്ങളിലും ഫോളോ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിലുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരിക്കും? ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ടു ദി യൂസേഴ്സിന് എന്ത് ചെയ്യുക? ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. വേറൊരു ഒബ്ജക്റ്റാണ് ഹെൽപ്സ് ഇൻ കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പം കമ്പനികളെ തമ്മിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കമ്പയർ ചെയ്യുക എന്നുള്ളതും എന്താണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ടു ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ എന്താണ് ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യിക്കുക. അപ്പം ഏതൊരു കൺട്രിയിലാണെങ്കിലും അവർക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് എന്തായിരിക്കും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും. അതേപോലെ റെഡ്യൂസ് കൺഫ്യൂഷൻസ് ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീഷണേഴ്സ്. ഇപ്പം അക്കൗണ്ട്സ് ചെയ്യുന്നവർക്ക് എന്താണ് കൺഫ്യൂഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റും. അതേപോലെ ഹെൽപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്. അപ്പം ഒരു യൂണിഫോം ആയിട്ടുള്ള റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനാണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനാണെങ്കിലും എല്ലാം ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്താണ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണ് യൂണിഫോം ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് എന്ത് പറയുന്നത്
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IFRS ആണ്. അപ്പം ഈ IFRSൽ പ്രധാനമായിട്ടും പറയുന്ന ടേംസുകളാണ് GAAP അല്ലെങ്കിൽ GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. GAAP, AS, INT AS, IAS, IFRS. ഈ ടേംസുകളൊക്കെ IFRSൽ നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ GAAP. ഇതൊരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് GAAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതിൽ എ സെറ്റ് ഓഫ് റൂൾസ്, കൺസെപ്റ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സിനെയാണ് എന്ത് പറയുന്നത്, GAAP എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഈ GAAP തന്നെ രണ്ട് രീതിയിലുണ്ട്. 2 ഡിവിഷൻസ് പറയുന്നുണ്ട്, നാഷണൽ ഗ്യാപ്പും ഇൻ്റർനാഷണൽ ഗ്യാപ്പും. നാഷണൽ ഗ്യാപ്പ് ആൻഡ് ഇൻ്റർനാഷണൽ ഗ്യാപ്പ്. ഈ നാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ എ സിംഗിൾ കൺട്രി ഫോളോയിങ് വൺ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റൂൾസ്. ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിൽ അത് ഏതിലാണ് ഉൾപ്പെടുന്നത്, നാഷണൽ ഗ്യാപ്പാണ്. നാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ കൺട്രി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഏതിൽ വരുന്നത്, ഗ്യാപ്പിൽ വരുന്നത്. അതാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന AS അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇങ്ങനെ ഏത് കൺട്രിയിലാണോ ഫോളോ ചെയ്യുന്നത്, അപ്പം ഒരു സിംഗിൾ കൺട്രി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് AS, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ. എക്സാമ്പിളാണ് നാഷണൽ ഗ്യാപ്പ്. എന്നാൽ ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ കൺട്രി മാത്രമായിരിക്കില്ല ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത്. വെൻ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് അഡോപ്റ്റഡ് ബൈ മോർ ദാൻ വൺ കൺട്രി, ഒരു കൺട്രിയിലധികം അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഗ്യാപ്പിൽ ഉൾപ്പെടുന്നത്. അപ്പം ഈ ഗ്യാപ്പിൽ നമ്മൾ പറഞ്ഞു 2 ഡിവിഷനാണ്, നാഷണൽ ഗ്യാപ്പും ഇൻ്റർനാഷണൽ ഗ്യാപ്പും. നാഷണൽ ഗ്യാപ്പ് ഒരു സിംഗിൾ കൺട്രി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ കൺട്രി ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതാണ് നമ്മൾ പറയുന്നത് IAS, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അതിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആദ്യം ഫോളോ ചെയ്തിട്ടുള്ളത് UK, അതേപോലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗ്യാപ്പിൽ 2 ഡിവിഷൻ ആണെന്ന് പറഞ്ഞു, ASഉം IASഉം. ഈ IASൻ്റെ ഒരു ന്യൂ വേർഷനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പുതുതായി വന്നിട്ടുള്ള ഒരു ടേമാണ് എന്ത്, IFRS. അപ്പം IASൻ്റെ ന്യൂ വേർഷനാണ് എന്ത്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, IASB, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളാണ് എന്ത്, IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് IASൻ്റെ ഒരു ന്യൂ വേർഷനാണ് എന്ത്, IFRS എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർനാഷണൽ ആയിട്ട് പല കൺട്രീസും ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് IFRS. അപ്പം IFRS എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, IASൻ്റെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ന്യൂ വേർഷനാണ്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ന്യൂ വേർഷനാണ് എന്ത്, IFRS എന്ന് പറയുന്നത്. ഈ IFRS നമ്മൾ പറഞ്ഞു ഒരു കൺട്രി മാത്രമല്ല IFRS ഫോളോ ചെയ്യുന്നത്, പല കൺട്രീസും ഫോളോ ചെയ്യുന്നുണ്ട്. ഈ IFRS തന്നെ ഓരോ കൺട്രികളും ഫോളോ ചെയ്യുന്നത് 2 രീതിയിൽ ഫോളോ ചെയ്യാം. അതിൻ്റെ ഒരു ടൈപ്പാണ് പറയുന്നത് IFRS അഡോപ്ഷൻ, അതേപോലെ വേറൊരു ടൈപ്പാണ് കൺവേർജൻസ്. ഈ IFRS ഈ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ അതേ രീതിയിൽ അഡോപ്റ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കൺട്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേ രീതിയിൽ എടുത്ത് ഫോളോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അഡോപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ IFRSൽ ചില മോഡിഫിക്കേഷൻ ഫോമുകളൊക്കെ വരുത്തിക്കൊണ്ട്
ഒരു കൺട്രി ഈ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് ടേമുകളും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. IFRSലുള്ള സ്റ്റാൻഡേർഡ്സുകളൊക്കെ അതേ രീതിയിൽ എടുത്തിട്ട് ഫോളോ ചെയ്യുന്നതാണ് അഡോപ്ഷൻ. എന്നാൽ അതിലെ പല മോഡിഫിക്കേഷനും ഓരോ രാജ്യത്തിനനുസരിച്ചിട്ടുള്ള അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഫോളോ ചെയ്യുന്നതാണ് കൺവേർജൻസ് മെത്തേഡ്. അപ്പം IFRS അതേപോലെ അഡോപ്റ്റ് ചെയ്യാം, അത് കൺവേർജൻസ് നടത്താം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ അതിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ളതാണ്. പല മോഡിഫിക്കേഷനും നമ്മുടെ ഇന്ത്യയുടെ റൂൾസിനും പ്രിൻസിപ്പിൾസിനും അല്ലെങ്കിൽ ആ ഒരു രീതിക്കനുസരിച്ചിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ട് ഇന്ത്യ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IND AS. അപ്പം ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഭാഗമാണ് IND AS. ഈ IND AS എന്ന് പറയുന്നത് എന്താണ്? ഈ ASന് പകരമായിട്ടും അതിൻ്റെ നമ്മൾ ഇപ്പം ഫോളോ ചെയ്യുന്ന രീതിയാണ് സ്റ്റാൻഡേർഡ്സ് ആണ് IND AS. ഇത് ഡൊമസ്റ്റിക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഡൊമസ്റ്റിക് മീൻസ് ഏതെങ്കിലും ഒരു കൺട്രീസിൽ മാത്രം ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് AS. അപ്പം അത് IFRSൽ നിന്നും അതിലെ മോഡിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ മാത്രം ഫോളോ ചെയ്യുന്നതാണ് IND AS. ഇപ്പം AS അല്ല, IND AS ആണ്. അപ്പം ഈ ഒരു പിക്ചോറിയലായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പറഞ്ഞു ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്, കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അത് നാഷണലായിട്ടുമാവാം ഇൻ്റർനാഷണലായിട്ടുമാവാം. നാഷണൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രീസ് മാത്രം ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സുകളാണ് നാഷണൽ ഗ്യാപ്പ്. ഇൻ്റർനാഷണൽ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കൺട്രീസും ഈ ഒരു സ്റ്റാൻഡേർഡ്സുകൾ ഫോളോ ചെയ്യും. അപ്പം ഇതിൻ്റെ ന്യൂ വേർഷനാണ് IFRS. IASB ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പല കൺട്രികളും ഫോളോ ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. അതേ രീതിയിൽ അഡോപ്റ്റ് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്ന കൺട്രി ഉണ്ടാവും. എന്നാൽ ഇന്ത്യയിൽ എന്താ ചെയ്തിട്ടുള്ളത്, IFRSൽ നിന്നും പല മോഡിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ട്, അതിനെയാണ് കൺവേർജൻസ് എന്ന് പറയുന്നത്, വരുത്തിക്കൊണ്ടാണ് ഏതിലേക്ക് മാറ്റിയിട്ടുള്ളത്, IND AS എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IND AS. അപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്ന് നമുക്ക് നോക്കാം, ഒന്നും കൂടി പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. IFRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ IASB, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS, ആർ നോൺ ആസ് IFRS. ദ ഓൾഡർ നെയിം വാസ് IAS. നമുക്കറിയാം IAS ആണ് ഓൾഡർ നെയിം. IFRS ആർ particularly important for companies that have dealing in several countries. സെവറൽ കൺട്രീസും ഇപ്പം പല രാജ്യങ്ങളും ഒരേ രീതിയിൽ ഒരു അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു യൂണിഫോം മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഇൻ്റർനാഷണലായിട്ട് പല കൺട്രീസും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ അതിൽ വരുന്നത് IFRSൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ കുറേ ഉണ്ട്. ദീസ് ആർ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. IFRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു കൺട്രി ഫോളോ ചെയ്യുന്നതല്ല, പല കൺട്രീസും ഗ്ലോബലായിട്ട് എല്ലാ കൺട്രീസിലും ഫോളോ ചെയ്യുന്നതാണ്. ദീസ് ആർ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ദീസ് ആർ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, ഒരു പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ IASB, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്. പിന്നെ ദേ എൻഷുർ ഹൈ ക്വാളിറ്റി ട്രാൻസ്പെറൻറ്റ് റിപ്പോർട്ടിംഗ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ IFRSൻ്റെ. പിന്നെ എവരി സ്റ്റാൻഡേർഡ് ഹാസ് എ സ്പെസിഫിക് സ്ട്രക്ചർ ടു എൻഷുർ യൂണിഫോമിറ്റി ആൻഡ് ഫെസിലിറ്റേറ്റ് റീഡിംഗ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പം ഒരു യൂണിഫോം ആയിട്ടുള്ള ഫെസിലിറ്റി, എന്താ പറയുന്നത്, നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ചെയ്യുന്നുണ്ട്, ഈ ഒരു IFRS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പെസിഫിക് സ്ട്രക്ചർ മീൻസ് എല്ലാ കൺട്രീസിലും അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന എല്ലാ കൺട്രീസിലും ഒരു യൂണിഫോം മെത്തേഡുകൾ മാത്രം ചെയ്യുക, എല്ലാവരും ഒരേ രീതിയിൽ അക്കൗണ്ട്സുകൾ ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ.
പിന്നെ ഈ നമ്മൾ പറഞ്ഞു IFRSന് ഓരോ കൺട്രിയും ഫോളോ ചെയ്യുന്നത് അഡോപ്ഷൻ വഴിയും കൺവേർജൻസ് വഴിയും പറയുന്നുണ്ട്. അപ്പം IFRS അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അഡോപ്ഷൻ ഓഫ് IFRS ആസ് ഇറ്റ് ഈസ്. ഈ IFRS ഏത് രീതിയിലാണോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ അത് അതേ രീതിയിൽ എടുത്തിട്ട് യൂസ് ചെയ്യുക, അതാണ് IFRS അഡോപ്ഷൻ. എന്നാൽ IFRS കൺവേർജൻസ് മീൻസ് എന്താണ്? ഇറ്റ് മീൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എ കൺട്രി കൺവേർജ്ഡ് വിത്ത് IFRS. IFRSൽ നിന്നും പല മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തതാണ് കൺവേർജൻസ്. ഇതിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൺവേർജ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ്ഡ് വിത്ത് IFRS ആർ നോൺ ആസ് ഇൻഡ് AS. IFRSൽ നിന്നും കൺവേർജ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് എന്ത്? ഇൻഡ് AS. അതിൽ 35 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൺവേർജ്ഡ് വിത്ത് IFRS. IFRSലെ 35 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും എന്താണ്? IFRSൽ നിന്നും കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ്. were notified by the Ministry of Corporate Affairs on 25th February 2011 പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളതിൽ പറയുന്നതാണ് IFRSൽ നിന്നും കൺവേർജ് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലെ 35 സ്റ്റാൻഡേർഡ്സുകളും IFRSൽ നിന്നും കൺവേർജ് ചെയ്ത് എടുത്തിട്ട് ഉള്ളതാണ്. അപ്പം IFRS അഡോപ്ഷൻ എന്താണ്, IFRS കൺവേർജൻസ് എന്താണെന്നുള്ളതെല്ലാം മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൽ നമ്മൾ വേറൊരു കുറച്ച് പോയിൻറ്റ്സും കൂടി പറയാം. അതിൻ്റെ IFRS കൺവേർജൻസിൻ്റെ നീഡ്സ് അല്ലെങ്കിൽ IFRS കൺവേർജ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് എന്താണ്? ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈ IFRSൻ്റെ ഒരു ഭാഗം നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫോളോ ചെയ്യാനുള്ള ആ ഒരു ഏത് കൺട്രി ആണെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതിലുള്ള നീഡ് പറയുന്നത് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ എന്താ ഒരു പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് വിൽ പ്രൊമോട്ട് കോൺഫിഡൻസ് ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. The uniformity of accounting standards will increase the comparability of financial statements. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ പല കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെയും നമുക്കറിയാം കമ്പയർ ചെയ്യണമെങ്കിൽ എല്ലാം ഒരേ രീതിയിലായിരിക്കണം. അപ്പം ഒരു യൂണിഫോം ആയിട്ടുള്ള അക്കൗണ്ടിങ് മെത്തേഡ്സ് ആണ് എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ എന്തായിരിക്കും? ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് എന്താണ് ഈ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ. പിന്നെ വേറൊന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസും എന്താണ് ഈ ഒരു IFRS നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. MNC വിൽ പ്രോബബ്ലി ബി ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിഷ്യറീസ് ഓഫ് IFRS. IFRSൻ്റെ കൂടുതലും ബെനിഫിഷ്യറി അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് IFRS കൺവേർജൻസ്. The preparation of consolidated financial statements would be greatly simplified. മൾട്ടിനാഷണൽ കമ്പനികൾ പല രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്ന കമ്പനികളായിരിക്കും. അപ്പം ഒരു കമ്പനി ഒരു കൺട്രിയിലാണെങ്കിൽ മറ്റൊരു അതിൻ്റെ ഒരു ബ്രാഞ്ച് വേറൊരു കൺട്രിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു രീതിയിൽ അവർക്കൊരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് സിമ്പിളായിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റും ഈ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ. അപ്പം ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ബെനിഫിഷ്യറി ആയിട്ട് ഈ IFRSനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ IFRS യൂസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ എല്ലാ കമ്പനികളിലും ഒരേ രീതിയിലുള്ള ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു രീതിയിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ അക്കൗണ്ടിങ് പ്രൊഫഷൻസിനൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദി കൺട്രീസ്. ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് അക്കൗണ്ട്സിൽ ഉണ്ടാകുന്ന റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ടിങ് പ്രൊഫഷൻസിനൊക്കെ ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് പല കൺട്രീസിലും അവർക്ക് ഒരേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ജോലി ചെയ്യാനും അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് കഴിയുന്നുണ്ട് ഈ ഒരു IFRS. അതിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ആൻഡ് റവന്യൂ അതോറിറ്റീസ്, ഗവൺമെൻറ്റിനും റവന്യൂ അതോറിറ്റീസിനും എല്ലാം ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നുണ്ട്. ഇഫ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് ഡിസ്ക്ലോസർ റിക്വയർമെൻറ്റ്സ് ആർ കൺവേഴ്സ്ഡ്, ദ ഗവൺമെൻറ് വുഡ് ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കൺട്രോൾ ദം. ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ റവന്യൂ അതോറിറ്റീസിനും ക്ലിയർ ആയിട്ട് ഓരോ കമ്പനികളെയും അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെ ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ട് അവരുടെ റവന്യൂ അതോറിറ്റീസിന് ഡിസിഷൻ എടുക്കാനും പിന്നെ അതിനനുസരിച്ചിട്ട് അവരെ കൺട്രോൾ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കും ഇതെല്ലാം ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പം IFRS ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷനിൽ അതേപോലെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക്, അക്കൗണ്ടിങ് പ്രൊഫഷൻസിന്, ഗവൺമെൻറ്റിന്, റവന്യൂ അതോറിറ്റീസിനെല്ലാം എന്താണ് ഈ ഒരു IFRSൻ്റെ നീഡ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു IFRSൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. IFRS പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മീൻസ് എന്താണ്, ഒരു യൂണിഫോം ആയിട്ടുള്ള റൂൾസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവരും ഒരേ രീതിയിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതിൽ വരുന്നതാണ് IFRS നമ്മൾ പറഞ്ഞു. അതിലെ അഡോപ്ഷനും അല്ലെങ്കിൽ അതേപോലെ കൺവേർജൻസും എല്ലാം വരുന്നുണ്ട്. ഈ ഒരു ടേംസുകളെല്ലാം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഭാഗങ്ങൾ തിയററ്റിക്കലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിൽ നമ്മളുടെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ചുകൂടി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത്രയും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിനായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു.